അപ്പോൾ പിന്നെ അത് തിരിച്ച് കിട്ടി നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു, ഒരുപാട് വിഷമിച്ചു. അപ്പോൾ അത് തിരിച്ച് കിട്ടിയപ്പോൾ അതിലേറെ സന്തോഷവും സങ്കടവും കൂടെയാണ് വന്നത്. എനിക്ക് അത്ര ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അത് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ശരിക്കും കളഞ്ഞു പോയ മാല? ഞാനൊരു മരണ ചടങ്ങിന് പോയിട്ട് വരുമായിരുന്നു. അപ്പോൾ ബസ്സിലാവുന്നത്. അപ്പം ഞാൻ ഈ ജ്വല്ലറിയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ടായിരുന്നു ഞാൻ എൻ്റെ 2 വീലർ വെച്ചത്. അപ്പം ഞാൻ ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ഇവിടെ ഈ വണ്ടി എടുക്കാൻ വേണ്ടി ഇവിടെ വരെ വരികയും എൻ്റെ 2 കുഞ്ഞുങ്ങളുണ്ട്, അവർക്കുള്ള സ്നാക്സും വാങ്ങിച്ച് ആ ബേക്കറിയിലും കയറി, ഇവിടെ അടുത്തുള്ള ബേക്കറി അവിടെയും കയറി ഞാൻ വീട്ടിൽ ചെന്ന് കുളി കഴിഞ്ഞ് നോക്കുമ്പോഴാണ് എൻ്റെ അമ്മയാണ് സത്യം പറഞ്ഞാൽ പറയുന്നത്. ചെറിയ ചെയിൻ ആയതുകൊണ്ട് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. അമ്മ പറഞ്ഞു മോനെ മാല എന്തെങ്കിലും ചോദിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ പിന്നെ പെട്ടെന്ന് ഡ്രസ്സിലൊക്കെ നോക്കി കണ്ടില്ല, പിന്നെ അടുത്ത് വന്ന വഴി നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് ഉടനെ തന്നെ വണ്ടി എടുത്ത് തിരിച്ച് ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്നു. അവിടെ വന്നിട്ട് അടുത്ത കണ്ടക്ടർമാരുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ വന്ന ബസ്സുമായിട്ട് കണക്ട് ചെയ്തു. അവിടെയൊക്കെ നോക്കി, അപ്പോൾ അതിലൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ തൊട്ട് മുന്നേ വന്ന വണ്ടിയിലും ഞാൻ ചെക്ക് ചെയ്തു. അപ്പോൾ അതിൽ ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നോക്കിയപ്പം അതിൽ ഞാൻ ഇറങ്ങുന്നിടം വരെ മാലയുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി പത്തനംതിട്ട ടു കോഴഞ്ചേരി വന്ന ബസ്സിലോ ഈ നടന്ന വഴിക്കോ ആണ് മിസ്സായതെന്ന് എനിക്ക് മനസ്സിലായി.